ഹലോ നമസ്കാരം, ലൈഫ് ഡെസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൂട്ടുകാരുമടുത്ത് ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് ഈ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പീറ്റർ ഭായ് ആണ് ഇത് വരുന്നത്. പീറ്റർ ഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഫൈൻ. I go to lunch. Go. Okay. No problem. You remember before one video coming, Peter Bhai? Yes. Yeah, where go? Coming from Okay. breakfast. Breakfast finish? Finish. Okay. So, waiting Shafi. Say hi. Okay. പീറ്റർ ഭായ് പോയി. നമ്മുടെ പറഞ്ഞു വന്നത് നമ്മുടെ കൂട്ടുകാർ വന്ന് അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, റെഡിയായോ? ഷാഫി ജപ്സലും ഇവിടെ ഉണ്ട്. ഞാൻ രണ്ടരേ ഉള്ളൂ, ബാക്കിയുള്ളവരെ അപ്പുറത്തുണ്ടോ? അത്ര വേണ്ട. നല്ല ഗ്ലാമർ വെച്ചിട്ടുണ്ട്. വീണ്ടും ജപ്സലാണെങ്കിൽ പിന്നെ പറയണ്ട. ജപ്സലിന്റെ പിറകിലായി മജീദ് ഭായി ഷഫീഖിനെ എടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. നേരെ മസ്ജിദിൽ പോകുന്നു, മസ്ജിദിൽ നിന്ന് നേരെ ഹോട്ടലിൽ പോകുന്നു അല്ലേ? ഷഫീഖ് ദേ വരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. വാതിലടക്കത്ത് അതിനകത്ത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആ മജീദ് ഭായിയാണ് ദയ വരുന്നത്. നമ്മുടെ എല്ലാം അറിയാവുന്നുള്ള എന്നാ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പുള്ളിയാണ്. അങ്ങ് പോകാൻ കരയെ കാട്ടുന്ന ഇങ്ങോട്ട് കേറ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞു. ഹായ് ഷഫീഖെ. ഹായ് ഷഫീഖെ. ഹായ്. വെള്ളിയാഴ്ച ജുമാക്കലും പോണ്ട, എന്നിട്ട് പോയപ്പോ ഹോട്ടലിലേക്ക് സുഗുണ സെക്യൂരിറ്റിയാണ് അവിടെ പള്ളിയില് ജുമായുടെ നേരെ. സുഗുണ യൂട്യൂബർ സൂണനാ. എന്നെയും കളിയാക്കുന്നു. ആരുടെ ഫോണാണ് മറന്നുപോയ? ആരുടെ ഫോണ് മറന്ന്? മജീദ് ഭായി അവിടെ ഇരുന്നോട്ടെ. എവിടെ? മലബാർ. നേരെ മലബാർ. അപ്പോഴാണ് ആ പാട്ട് മലബാർ മൊബൈൽ എടുത്തു മൊബൈൽ വെച്ച് മറന്നുപോയി. അവൻ വീണ്ടും പോവുകയാണ് നമ്മൾ വന്ന വഴി കൂടെ അല്ലേ? വന്ന വഴി കൂടെ തന്നെ വീണ്ടും പോകാം. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ 10 വഴിയുണ്ട്. യൂട്യൂബർ സുഗുണ ഇത് ഇടണ വേണ്ടത് ഞാനും ഷാഫിയും വിചാരിക്കും. നമ്മളിടും. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു ചാനലാണ് അല്ലേ ഷാഫി? തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ മസ്ജിദ്. ഇതാണ് നമ്മുടെ മസ്ജിദിലാണ് ഇവർ പ്രാർത്ഥിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് അവർ നിസ്കരിച്ചിട്ട് വേണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ അവരെ നിസ്കരിച്ചിട്ട് വരട്ടെ. അതുവരെ ഞാനവിടെ ഇങ്ങനെ എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവിടെ പള്ളിയുടെ മുമ്പിൽ പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇറങ്ങാണ്. അവർ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. നമുക്ക് ദേ ഈ കാണുന്ന ഈ പാർക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒരു പാർക്കിംഗ് ഹബ്ബ് പോലെ ഒരു സംഭവമാണ്. കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിലൊന്ന് വെയിറ്റ് ചെയ്യാം. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ പള്ളി പിരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഇത്ര നേരം ഈ പാർക്കിൻ്റെ അതേ ഇവിടെയാണ് ഇരുന്നത്. പള്ളി അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് പള്ളിയിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇപ്പോൾ വരും. വണ്ടി അവിടെ കിടക്കും. വണ്ടിയുടെ അടുത്തോട്ട് പോവുക. കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഒരാൾ അവിടെ ഇരുന്ന് 3 പേര്. ഇപ്പം നല്ലപോലെ പ്രാർത്ഥിച്ചാ? ഓക്കെ. അപ്പോൾ ഇനി നേരെ ഹോട്ടലിൽ പോയി. ചാവിയോടെ വണ്ടിയുടെ ചാവി ഉണ്ട്. കാണുന്നത് ഒരു മലയാളി ഹൈപ്പർ നെസ്റ്റോ സെൻട്രൽ പോയിന്റ്. ഇന്റർനാഷണൽ ഹോട്ടലാണ് ഈ കാണുന്നത്. അതിലെ പോകുന്നത് ബഹ്റൈൻ ബ്രിഡ്ജ്. ബഹ്റൈനിലോട്ട് പോകുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഇന്റർനാഷണൽ ഒരു റാഷൻ മാൾ എന്ന് പറയുന്നത് ഒരു വലിയ മാളാണ്. ഹോട്ടൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ
ഷാഫി ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. അൽഹംദുലില്ലാ. ഇവിടെ പാർക്കിംഗ് കിട്ടി. നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഹോട്ടൽ ആ ഭാഗത്താണ് കേട്ടോ. ഹോട്ടലെത്തിയില്ലേ? ആ. നമ്മളെ സജുബായി ഇതൊക്കെ ചെയ്യാൻ പോകണം. കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട്. അതിൻ്റെ മേളിൽ സ്ഥലമുണ്ട്. അപ്പം മേളിൽ പോകാൻ പുറത്തുകൂടെ പോകണമെന്നാണ് പറയണത്. അപ്പോൾ പുറത്തുകൂടെ പോവാം. ഹോട്ടലിൻ്റെ മേളിൽ പോകുന്ന ഈ ഡോറ് തുറന്ന് ഇങ്ങനെ മേളിലൂടെ സ്റ്റെയർകേസ് കയറി പോകണം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് മേളിലോട്ട് പോവുകയാണ്. ഇവിടെയും പോവാണ്. ഇവിടെയും തിരക്കുന്നു. ഇവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ തിരക്കാരന് നമ്മൾ സീറ്റ് ഒഴിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ 2-3 പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ ടേബിളിലും ഒരാൾ എണീക്കാനുണ്ട്. എന്നിട്ട് ഷെഫീക്ക് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും ഒഴിയുമ്പോൾ ഇരിക്കണം. വാഴയിലേക്ക് കിട്ടുന്ന ബീഫ് ബിരിയാണി കഴിക്കണമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ മേളിൽ മലബാർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ഇങ്ങനെ ചുവറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എല്ലാവർക്കും വാഴയില കൊണ്ടുവന്ന് ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി ഇല്ലേ പറഞ്ഞു? ജപ്സലിന് ഫിഷാണോ? ബീഫ് അതൊക്കെ. പെപ്സി ഒന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പക്ഷെ നമ്മളിപ്പം പെപ്സി മേടിച്ച് കഴിക്കുകയാണ്. കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നുണ്ട് ഹോട്ടലിൽ നിന്ന്. ഹോട്ടലിരുന്നതുകൊണ്ടാണ്, സെക്കൻഡ് ഫ്ലോറിൽ ഇരുന്നതുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് വന്നത്. ഇപ്പോഴാണ് ഒരു ശുദ്ധമായി കിട്ടിയത്. നമ്മളെ സുഹൃത്തുക്കൾ പാഴ്സൽ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പാഴ്സൽ രണ്ടാമത് വീണ്ടും കിട്ടിയ. അപ്പം നമ്മൾ എവിടെ പോവാ? നമ്മൾ നേരെ ജബ്സലിനെ കൊണ്ടാക്കാൻ റാക്കിയെ പോകണം. ഒന്നൊന്നര പാടം തന്നെ എന്തായാലും. അന്നെ കൊണ്ടാക്കാൻ പോവാണ്. ഇനി എന്താണ് അവിടെ ഈ കൂടി ഇങ്ങനെ പോയിക്കൂടെ കവർ ചെയ്ത് കണ്ടേ? നല്ല സ്ഥലങ്ങളുണ്ട്. ടവറാണ് ഈ കാണുന്നത്. പുതിയ ടവർ കണ്ടില്ലേ? നിക്ക് കോബാറിലുള്ള ഒരു ഫിലിം തിയേറ്ററാണ്. അല്ലല്ല, ഞങ്ങള് ഫുഡ് കഴിച്ച് കണ്ട് ഇങ്ങനെ വരണ്ട. ഈ കഴിച്ചോ? ഹോട്ടലാണ് കാണുന്നത്. ഈ ബിൽഡിംഗ് ഇത് നന്നായിട്ടുണ്ടല്ലേ ഈ കാണുന്നത്? ഒരു ചന്ദ്രന്റെ ഒരു അതെ അതെ. ഇത് അപ്പൊ വണ്ടി പൈല പോകുന്നുണ്ടോ? അത്ര കൂടെ കോബാർ ഫെസ്റ്റിവൽ നടക്കുവാണ് ഇവിടെ. ഈവനിങ് ആയിരിക്കും ഓണാവുന്നത് അല്ലേ? ഇതാണ് അതിന്റെ ഫ്രണ്ട് കവാട. ദി ബിഗ് ബൗൺസ് അറേബ്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ്. ഇതൊക്കെ ബലൂണാണ്. വൈകുന്നേരം ആകുമ്പോ കാറ്റടിച്ച് മേലേക്ക് പൊന്തിക്കും. വെള്ളോട്ട് പോകും. ഇത് കാപ്പിക്കട, ചായ, കാപ്പി, ഇതെല്ലാം ചെറിയ ചെറിയ കോഫി ഷോപ്പുകളാണ് ഈ കാണുന്നത്. കോബാർ സീസൺസ് 25. മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം അത് പൊളിച്ച്. ഇതെല്ലാം നിറച്ച് പ്രാവൻ കൂട്ടങ്ങളാണ് ഇവിടെ എല്ലാം. ഇപ്പോൾ അവർ ഭക്ഷണം കൊടുക്കുകയാണ് പ്രാവിന്. നമ്മൾ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്ത പ്രാവല്ല പറന്നു പോകും. പ്രാവിന് തീറ്റ കൊടുക്കുകയാണ്. നടക്കുമ്പോ പ്രാവിന് ഡിസ്റ്റർബ് ആവും. പ്രാവിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇവിടെ കുറച്ച് അരയന നിൽപ്പുണ്ട്. അരയനവും പ്രാവും. ഇവിടെ ഒത്തിരി അരയനങ്ങൾ നിൽപ്പുണ്ട്. ആ വെള്ളത്തിലൊക്കെ അരയനങ്ങൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. പ്രാവും അരയനവും കൂടെ ഒരുമിച്ച്.
ഇവരെല്ലാം കൂടെ പാട്ടുപാടി അരയണത്തിന് ഡാൻസ് കളിപ്പിക്കും. അരയണ്ണം ഡാൻസ് കളിക്കും. ഓ നമ്മൾ ഈ അരയണയൊക്കെ കണ്ട് ഭയങ്കര ചൂട് വെയിലല്ലേ. ഒന്നേ കാലാണ്. എന്താ ചങ്ങായിമാരെ സുഖല്ലേ എന്നാണ് പറഞ്ഞത്. കറക്റ്റ് സൗണ്ട് ഷാഫിയുടെ അടുത്ത് എന്താ ചോദിക്കും, മറുപടി കൊടുക്കും ഷാഫി. ചോറ് എന്താ കൊണ്ടുവരാന് അവിടാണ് കുറച്ചുകൊണ്ട് നടന്നു. അല്ല സംഭവം എന്താ പറയുന്ന വണ്ടിന്റെ അടുത്തല്ലേ നമ്മൾ നിൽക്കണേ. അപ്പൊ പറഞ്ഞു കോപ്പാർ 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 എന്ന് പറയുന്നത്. ഇതേ അവിടെ ഒരാളിരിക്കുന്നു. കോപ്പാർ വേഗം വേഗം റാക്കേക്കും പോണ്ടെന്നാ പറഞ്ഞേ. റാക്കേക്കും പോണ്ടെന്നാ പറഞ്ഞേ. ഇനി ഇത് പഠിത്തി കാറ് പഠിത്തി വെള്ളത്തിലോടുന്ന കാറാ. വെള്ളത്തിലോടും വെള്ളത്തിലൂടെ ബോട്ട് ബോട്ടാണ് അത്. അതിൽ കാറിന്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഈ കാണുന്നത്. ഇവിടെ കോബാറിലെ കോർണിഷിൽ എന്തുമാത്രം ഡെവലപ്പായി അവർ ടൂറിസത്തിന് അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുകയാണ്. അതെ മജീദ് ഭായി ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്, ആധികാരികമായിട്ടുള്ള ആളാണ്. അല്ല അത് അദ്ദേഹം പറയുമല്ലോ, പുള്ളിയാണല്ലോ ഇവിടുത്തെ ഇതിന്റെ ഡയറക്ഷൻ ഫുള്ളായിട്ട് നടക്കുന്നത്. ഇവിടുത്തെ കോബാറിനെ പറ്റി സകല ഡീറ്റെയിൽസും ആധികാരികമായിട്ടും മറ്റുള്ള എല്ലാ തരത്തിലും അദ്ദേഹം ഇതില് ഭയങ്കര സംഭവമാണ്. അപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ ആ ബിൽഡിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കി. പിന്നെ ഇവിടെ സിമ്മർന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അരയണത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമോ. ഇതൊക്കെ തമാശക്ക് പറയുന്നതാണ്, വളരെ സീരിയസ് ആയിട്ടൊന്നും അല്ല. അതുകൊണ്ട് എല്ലാവരും ഷാഫിയോട് ഒന്നും ചോദിക്കാതിരിക്കുക, അതാണ് ഉത്തമമായ കാര്യം. ഇതിന്റെ മുമ്പിൽ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റൂമിലോട്ട് പോവുകയാണ്.